നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസർ ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 2 മത്സരങ്ങളിലും മികച്ച വിജയങ്ങൾ അവർ നേടിയിട്ടുണ്ട്. ആകെ 9 ഗോളുകൾ ഈ 2 മത്സരങ്ങളിൽ നിന്ന് മാത്രമായിക്കൊണ്ട് അവർ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു മികവ് എടുത്തു പറയേണ്ട കാര്യമാണ്. 15 സൗദി അറേബ്യൻ പ്രൊഫഷണൽ ലീഗ് മത്സരങ്ങളിൽ നിന്നും 16 ഗോളുകളും 8 അസിസ്റ്റുകളും പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കലണ്ടർ വർഷത്തിൽ 50 ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനു പുറമെ 14 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അൽ നസറിൻ്റെ ഈ ഒരു കുതിപ്പിന് പിന്നിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഏതായാലും അൽ നസറുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർ ഒരു ചൈന ടൂർ നടത്തുന്നുണ്ട്. ജനുവരി 19-ാം തീയതിയാണ് ചൈനയിലേക്ക് ചില മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി അൽ നസർ പറക്കുക. 10 ദിവസമാണ് അവർ ചൈനയിൽ തുടരുക. ഈ 10 ദിവസത്തിനിടെ 2 സൗഹൃദ മത്സരങ്ങൾ അൽ നസർ കളിക്കും എന്നുള്ളതാണ്. ആ ഒരു സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നതിലൂടെ 50 മില്യൺ റിയാൽ സമ്പാദിക്കാൻ അൽ നസറിന് കഴിയും എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ എല്ലാവരും ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു തുക അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും നിലവിൽ സൗദി അറേബ്യൻ ലീഗിൽ 2-ാം സ്ഥാനത്താണ് അൽ നസർ ഉള്ളത്. 16 മത്സരങ്ങളിൽ നിന്ന് 37 പോയിന്റാണ് അവരുടെ സമ്പാദ്യം. അൽ ഹിലാൽ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 17 മത്സരങ്ങളിൽ നിന്ന് 47 പോയിന്റ് അവർക്കുണ്ട് എന്നുള്ളതാണ്. അൽ ഹിലാലിനെ പിടിക്കുക എന്നുള്ളത് തീർച്ചയായും അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മികച്ച പ്രകടനം അവർ തുടരേണ്ടതുണ്ട്. ഇനി അടുത്ത മത്സരത്തിൽ അൽ ഇത്തിഫാഖാണ്, സ്റ്റീവൻ ജെറാർഡിൻ്റെ അൽ ഇത്തിഫാഖാണ് അൽ നസറിൻ്റെ എതിരാളികൾ. വരുന്ന വെള്ളിയാഴ്ചയാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.